മംഗലത്തിൻ്റെ താലികെട്ടൊക്കെ കഴിഞ്ഞ ഉടനെ ഓഡിറ്റോറിയത്തിൻ്റെ വാതിലിൻ്റെ മുമ്പിൽ കാണുന്ന കാഴ്ച അല്ല ഇത്. കോഴിക്കോട് DCC ആഫീസിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള നാടമുറി ചടങ്ങ് നടക്കാൻ വേണ്ടി പോവുകയാണ്. അതിന് മുന്നോടിയായിട്ടുള്ള കലാപരിപാടിയാണ് ഈ കാണുന്നത്. നിങ്ങൾ ആരാ? നാടമുറിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. മുൻപന്തിയിൽ ഇടം പിടിച്ചവർ ഇടത്തു നിന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ, കൊടിക്കുന്നിൽ സുരേഷ്, ദീപദാസ് മുൻഷി, അതിൻ്റെ ഇപ്പുറത്ത് KC വേണുഗോപാൽ. KC വേണുഗോപാലിൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് മറ്റേ സിനിമയിൽ ജഗതിയൊക്കെ ഇരിക്കുന്ന പോലെ ഒരാൾ ഇങ്ങനെ നിൽക്കുകയാണ്. അറിയാത്തവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാൻ തുടങ്ങി. KC അബുവിനെ പുതുതലമുറയ്ക്ക് അത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ശാരദേ, ഞാനൊരു വികാര ജീവിയാണ്. നിന്നെ ഞാൻ എന്തുമാത്രം സ്നേഹിക്കുന്ന അറിയാമോ? അങ്ങനെ ചെണ്ടയൊക്കെ കൊട്ടി എല്ലാം ഒന്ന് ഉഷാറായി. മുറിക്കാനുള്ള നാടയൊക്കെ ഇങ്ങനെ വിടർത്തി നിൽക്കുകയാണ്. ഇനിയാണ് തള്ള്. മുല്ലപ്പള്ളി രാമേന്ദ്രന് വേണ്ടി സുബ്രഹ്മണ്യൻ ഇങ്ങനെ ഇടത്തോട്ട് തള്ളും. മുല്ലപ്പള്ളി ആ ഗ്യാപ്പിലൂട്ട മുന്നിലേക്ക് കയറി വരും. ഓക്കെ. അപ്പോൾ DCC പ്രസിഡന്റ് പ്രവീണ് നേരെ എതിർദിശയിലേക്ക് തള്ളും. KPCC പ്രസിഡന്റ് സുധാകർജി മുന്നിലേക്ക് വരും. മുല്ലപ്പള്ളി ഔട്ട്. അല്ല, പ്രസിഡന്റ് ഞാനല്ലേ, മുമ്പിൽ ഞാനും നിൽക്കണ്ടെന്ന് സുധാകർജി. അതെങ്ങനെയാ? അങ്ങനെ കിട്ടിയ ഒരു ഗ്യാപ്പ് വഴി അദ്ദേഹം എങ്ങനെയല്ലോ മുന്നിലെത്തി കേട്ടോ. മുന്നിലെത്തി. അപ്പൊ വരുന്ന വഴിക്ക് സുധാകർജിക്കൊരു ബ്ലോക്ക് അനുഭവപ്പെട്ട് ഉയ്യണ്ടടാ ഇതെന്തെന്നാന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ താക്കോൽ സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തല കടന്നു വരികയാണ്. കടന്നു വന്നു. താക്കോൽ സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയെ റെക്കമെൻഡ് ചെയ്തത് NSS. അങ്ങനെ മുല്ലപ്പള്ളിയെ വെട്ടിയ സുധാകർജിയെ ചെന്നിത്തല വെട്ടി. അതെന്താ സുധാകർജി പറഞ്ഞ? അത് ഒച്ചത്ത് പറയാൻ പറ്റൂല, വേണമെങ്കിൽ കേൾപ്പിക്കാം. ഒരു ചെസ് ടൂർണമെന്റ് ഓഡിയോ ഇല്ലാത്തോണ്ട് സുധാകർജി പറഞ്ഞൊന്നും കിട്ടിയില്ല. തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു. അപ്പൊ ആരും കാണാണ്ട് ഒരു ഗ്യാപ്പ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു കൽപ്പറ്റ MLA T സിദ്ദീഖ്. അപ്പൊ KC അബുവിന്റെ സൈഡിൽ ഒരു ഗ്യാപ്പ് വന്ന് അതുവഴി മൂപ്പര് കയറി മുമ്പിലേക്ക് വന്നു. രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഒരു ട്വിസ്റ്റ്. ആ ഗ്യാപ്പ് വഴി പ്രതിപക്ഷ നേതാവ് കടന്നു വരികയാണ്. മൂപ്പര മുഖത്തൊക്കെ നല്ല സംതൃപ്തിയാ. ഞാൻ ആരോ ഏട്ടാ? ഇപ്പൊ നാടയും വിടർത്തി പിടിച്ചിട്ട് ഒരു കക്ഷി കുറെ നേരം ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ മൂപ്പര് പറഞ്ഞു വേണമെങ്കിൽ വേഗം മുറിച്ചാ ഞാൻ ഇപ്പൊ പോകുന്നു. KC അബു 1-2 ദിവസം മുമ്പേ വന്ന് സ്ഥലം പിടിച്ചോണ്ട് രക്ഷപ്പെട്ട്. പിന്നെ ഞങ്ങളുടെ കോഴിക്കോട്ടുകാർക്ക് ഒരു സ്വഭാവമുണ്ട്, ഞണ്ടിന്റെ സ്വഭാവമാണ്. കാരണം ഒരു ബക്കറ്റിൽ ഞണ്ടുണ്ടെങ്കിൽ ഒന്ന് മേലോട്ട് പോകും, മറ്റേ പിടിക്കും. ഈരാൻകുട്ടി ഒന്ന് പതുക്കെ എഴുന്നേൽക്കാൻ നോക്കുമ്പോൾ ശങ്കരം പിടിക്കും. അപ്പൊ വിടർന്നു നിൽക്കുന്ന നാട മുറിക്കാൻ വേണ്ടി ഇങ്ങനെ കത്രികയും പിടിച്ചു കയറുന്ന KC ഈ തള്ളൊക്കെ കണ്ടിട്ട് ചെന്നിത്തലേന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. എന്ത് ഭാവമാ ഇങ്ങളൊക്കെ, എന്തെന്നാന്നടോ കാണിക്കുന്നുള്ള ഭാവം. നാട മുറിഞ്ഞു വീണ് പിന്നെ കാണുന്ന സീന് ഈ പ്രവീണ് KC വേണുഗോപാലിനെ പോയിട്ട് കെട്ടിപ്പിടിച്ച് കരയുന്നതാണ്. ഇതുമാതിരി ഒരു സീന് എവിടെയോ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇല്ല, കാണിച്ചു തരാം. നമ്മളെ ധർമ്മജ ബോൾഗാട്ടി. അപ്പൊ അവിടെ കൂടിയിരുന്ന പ്രവർത്തകരൊക്കെ ആലോചിച്ചു, അല്ല എന്നാലും എന്തിനാണ് പ്രവീൺ ഇങ്ങനെ പൊട്ടിക്കരഞ്ഞിട്ടുണ്ടാകുക? ഉണ്ണിത്താനും കൊടിക്കുന്നിലിനൊക്കെ ആദ്യത്തെ പന്തി തന്നെ സ്ഥാനം കിട്ടി കേട്ടോ. അപ്പൊ രണ്ടാളും അങ്ങനെ നടന്നു വരികയാണ്. അപ്പോൾ വഴിയിൽ വെച്ച് ചെന്നിത്തലേനെ കണ്ടുമുട്ടി.
ഇന്നത്തെ വളരെ ഗൗരവത്തിലാണ്. അങ്ങനെ ഈ പരിപാടി കഴിഞ്ഞു. ജനഗണമന പാടി തുടങ്ങിയപ്പോൾ കോഴിക്കോട്ടെ കോൺഗ്രസ്സുകാർക്ക് പാലോടി രവീന ശരിക്കും മിസ് ചെയ്തു. ജനഗണമനേൻ്റെ അപ്പുറം രവിക്കൊന്നും അറിഞ്ഞുകൂടാന്നുള്ള കാര്യം അപ്പോഴാണ് സിദ്ദിഖിന് പിടികിട്ടിയത്. CD ഇടാൻ പറഞ്ഞു. അപ്പൊ തന്നെ ഒരു ചേച്ചി വന്ന് എമ്പുരാനായി. കോഴിക്കോട്ടെ നാടമുറിക്കൽ ചടങ്ങലിന്റെ മുൻപന്തിയിൽ നിന്ന് രമേശ് ചെന്നിത്തല എന്താണ് മാറാണ്ട് അവിടെ തന്നെ നിന്നെന്നുള്ള ഡൗട്ട് ഒരുപാട് പേർക്കുണ്ട്. അതിനൊരു കാരണമുണ്ട്. പാലോട് രവീൻ്റെ ജനഗണമന പാളിപ്പോയ തിരുവനന്തപുരത്തെ ചടങ്ങിലാണ് ആ സംഭവം. എല്ലാവരെയും കൗത്തിലൂട്ട് ഇടാൻ വേണ്ടി വലിയൊരു മാല കൊണ്ടാണ്. മാലക്കുള്ളിലൊന്ന് എങ്ങനെയെങ്കിലും തല കാണിക്കാൻ വേണ്ടി നേതാക്കന്മാരൊക്കെ പെടാപ്പാട് പെടുകയാണ് കേട്ടോ. ചെന്നിത്തലേനെ ആരും വിളിച്ചില്ലെങ്കിലും മൂപ്പര് വന്ന്, പക്ഷെ മാലേൻ്റെ പുറത്തായിപ്പോയി. വേദനയെല്ലാം കടിച്ചമർത്തി ധൃതിയിൽ അദ്ദേഹം നടന്നുപോയി. അതെന്താ ഇത്ര ധൃതി? പെട്ടെന്ന് പോയില്ലെങ്കിൽ ഇരുന്ന കസാലയും കൂടി ഉണ്ടാവില്ല എന്നുള്ള കാര്യം അപ്പോഴാണ് മൂപ്പരൊക്കെ കത്തിയത്. ഇന്നത്തെ കോൺബനേഗ കോൺഗ്രസ് ചീഫ് മിനിസ്റ്റർ എന്നുള്ള പരിപാടി ഇവിടെ സമാപിക്കുന്നു. ആരാണ് ജേതാവ്? KC അബു. അങ്ങനെ മുന്നോട്ട് എന്ന് തോന്നിയാൽ KC അബു പിടിക്കും. അബു ഒന്ന് ഇളകുന്നു എന്ന് തോന്നിയാൽ ഉടനെ സുരേഷ് ബാബു പിടിക്കും. അപ്പൊ ശരി, പിന്നെ കാണാം.